അപ്പോൾ അതുപോലെ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തളരരുത്. തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ ഇടുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം, സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ തയ്യൽക്കൂലി എങ്ങനെയാണോ അതനുസരിച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ പേർക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ പേര് എനിക്ക് ഇൻബോക്സിലായാലും കമൻറ്റിലായാലും കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബിസിനസ്സിനെ പറ്റി. ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ എങ്ങനെ തുടങ്ങി, സാധനങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു, ഹോൾസെയിൽ എത്ര രൂപയ്ക്ക് കിട്ടി, പാക്കിംഗ് കവർ അങ്ങനെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരാൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ചെയ്യാൻ നമുക്ക് നൈറ്റി ബിറ്റ് ബിസിനസ് എങ്ങനെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാണ് ഇട്ടിരുന്നത്. അപ്പം അത് കണ്ടിട്ട് കുറേ പേർക്ക് യൂസ്ഫുള്ളായി എന്നെനിക്ക് മനസ്സിലായി. കാരണം അത്രയ്ക്കും മെസ്സേജുകളാണ് എൻ്റെ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അതിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം മാക്സിമം ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട, ഒരു വീഡിയോ ഒക്കെ ഇടാം, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് കരുതി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ച മെയിൻ ചോദ്യം എന്ന് വെച്ചാൽ, ചേച്ചി 10 പീസ് എടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 2000 രൂപയുണ്ട്, ഇതിനകത്ത് ഈ 2000 രൂപയ്ക്ക് എനിക്ക് മെറ്റീരിയൽ തരുമോ ചേച്ചി, ഇതിന് കൊടുത്താൽ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടും, എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എത്രയാണോ ഉള്ളത്, 2000 എങ്കിൽ 2000. ഞാൻ 2000 തുടങ്ങിയ ആളാണ്, 2000 1500 തുടങ്ങിയ ആൾ. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 10 പീസ് എടുത്ത് വെക്കും. 10 പീസ് എടുത്ത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ഓർഡർ കിട്ടിയെന്ന് വരാൻ ചാൻസ് ഇല്ല. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. ലക്കിനൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ കിട്ടും. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ പോസ്റ്റ് ഇട്ടു, അപ്പോൾ ആരും അതിൽ റിയാക്ട് ചെയ്തിട്ടില്ല, ആരും ഒന്നും ചോദിച്ചിട്ടില്ല, ആരും കണ്ടിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ 2ാമത്തെ ദിവസം അതുപോലെ ക്ലിയർ ഉള്ള വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. നമ്മൾ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാവും, അല്ലെങ്കിൽ 5 പേരെങ്കിലും കാണും. 5 പേരിൽ ഒരു ഓർഡറെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് നമ്മൾ ഇടുമ്പോഴത്തേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നും ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ യൂട്യൂബ് ചാനലിനെ എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷത്തിൽ കൂടുതലാവും, 3 വർഷമൊക്കെ ആവും. അപ്പോൾ ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടു, 100 എത്ര സംതിങ് പേരെ കണ്ടോളൂ. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം എനിക്ക് എന്തോ പോലെ ആൾക്കാർ കാണുമ്പോൾ നാണക്കിടയോ, ഒരു 100 എത്രയല്ലേ കാണുന്നുള്ളൂ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് ആ ടൈമിൽ. കൊറോണ ടൈമിൽ തുടങ്ങിയതാണ്. അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പിന്നും തുടങ്ങി വീഡിയോ എടുക്കാം. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വീഡിയോ 200 300 ആകുമ്പോൾ നീ നോക്കിയിരിക്കും, 300 ആയി. അപ്പോൾ അടുത്തൊരു വീഡിയോ 100 ആയിരിക്കും. അപ്പോൾ ആ 100 വരുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യും. ആ ഒരു സ്വഭാവം വരുന്നത് എൻ്റേത്. പിന്നെയാണ് അറിയുന്നത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാലേ ഇടയ്ക്ക് വെച്ച് എല്ലാം റീച്ച് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളത് എനിക്ക് പിടികിട്ടിയത്. അപ്പോഴാണ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഷോർട്സ് ഡെയിലി ഇടണം, ഇഷ്ടം പോലെ വ്യൂസ് കിട്ടും, സബ്സ്ക്രൈബർ കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സാധനം തുടങ്ങി വെച്ചാൽ എന്തായാലും നമ്മൾ അതിൻ്റെ ഫലം കാണുന്നവരെ ചെയ്തുകൊണ്ടിരിക്കണം. കൂടിപ്പോയി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പ്രൊഫൈൽ തുടങ്ങാം, ഫേസ്ബുക്ക് വഴി, യൂട്യൂബിൽ വേണമെങ്കിൽ നമുക്ക് ചാനൽ തുടങ്ങാം. പിന്നെ എന്തുണ്ട്, ഇത് 3 തന്നെ മതി. അല്ലെങ്കിൽ വീടിനടുത്ത് ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കാം. ഇതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ സെയിൽ കിട്ടുന്നത് FB വഴിയാണ്. എനിക്ക് കിട്ടുന്ന സെയിൽ FB വഴിയാണ് ഇഷ്ടം പോലെ. ഞാനിപ്പോൾ നൈറ്റി ഫ്രോക്ക് ഇട്ട് എനിക്കൊരു 10,000 മെസ്സേജ് വന്നു. ഈ 10,000 മെസ്സേജ് വന്നാലും പറഞ്ഞ് 10,000 പേര് മേടിക്കും എന്നല്ല, 10,000 പേര് മെസ്സേജ് അയച്ചാൽ അതിലൊരു 1000 അല്ലെങ്കിൽ 500 1000 പേരായിരിക്കും സാധനം എടുക്കുന്നത്. പിന്നെ കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ചോദിച്ചത് തന്നെ പിറ്റേ ദിവസം വന്ന് ഉണ്ടോ, എത്ര രൂപ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് കുറേ പേര് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. നമ്മളെ കടമയെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളെങ്ങനെ ഡീല് ചെയ്യാം, അവർ പിന്നും അതിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതും സോഫ്റ്റായിട്ട് സംസാരിക്കുക. അവിടെയാണ് നമ്മളെ സെയിൽ നടക്കുന്നത്. അങ്ങനെ. അപ്പോൾ നിങ്ങൾ 10 പീസ് എടുത്തു. 10 പീസ് എടുക്കുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോകും. ചിലർ 1ഉം 2ഉം പീസ് എടുക്കുന്ന ആൾക്കാരുണ്ട്, 5 പീസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലാഭം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയൊരു സംവിധാനമാണ് നമ്മൾ നൈറ്റി ബിറ്റ് മെറ്റീരിയൽ സെയിൽ ചെയ്യുക. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ സെയിൽ ചെയ്യണം. സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത്രയും ലാഭമാണ് കേട്ടോ. പിന്നെ
പിന്നെ ചോദിച്ചത് കൊറിയർ കവർ എവിടെ നിന്നാണ് വാങ്ങിയത്. കൊറിയർ കവർ എവിടെ നിന്ന് മേടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, മീഷോയിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങുന്നത്. മീഷോ അല്ലെങ്കിൽ ഷോപ്സി. അപ്പോൾ മീഷോയിൽ 390 രൂപയാണെങ്കിൽ ഷോപ്സിയിൽ 360 രൂപയായിരിക്കും. അപ്പോൾ ഞാൻ വാങ്ങുന്നത് 360 ഷോപ്സിൽ നിന്നാണ് ഇപ്പോൾ മേടിച്ചേട്ടാ. ഇന്ന് എനിക്ക് ആ പാഴ്സൽ വന്നിട്ടേ ഉള്ളൂ. 368. ഇതിൽ 100 പീസാണ് കേട്ടോ വരുന്നത്. 100 പീസ് 368 രൂപയ്ക്ക് നല്ല ലാഭമാണ്. നല്ല രീതിക്ക് നമുക്ക് നിലനിൽക്കും. പിന്നെ ഞാൻ ആദ്യം യൂസ് ചെയ്യുന്ന കവറെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സൈസ് കാണിക്കുന്ന കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ സൈസ് 10-14 കേട്ടോ. നീളം 14, വീതി 10. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ച 100 കവറിന് 369 രൂപ. മീഷോയിലൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 3 പീസോളം അയക്കാം. 1, 2, 3 പീസോളം അയക്കാം. പിന്നെ ഹോൾസെയിലായിട്ട് 10-12 പീസ് വരെ ചോദിക്കുന്നവർക്ക് ഇതിലാണ് ഞാൻ കൊടുക്കാറുള്ളത്. നീട്ടി മടക്കിയൊക്കെ അങ്ങ് 12 പീസ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പം 20-14, നീളം 20, വീതി 14. ഇത് ഞാൻ വേറൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടാ. ഇതിന് ഒരു കവറിന് 5 രൂപ 50 പൈസ അങ്ങനെ എന്തോ ആണ്. അപ്പം ഇതൊക്കെ നമുക്കൊരു 50 പീസൊക്കെ മതി. കാരണം ഹോൾസെയിലല്ലേ, അപ്പം എപ്പോഴും ഹോൾസെയിൽ വരണമെന്നില്ല. പിന്നെ 20ഉം 15 കൂടുതൽ എടുക്കുന്നവർക്ക് ഇത് ഇങ്ങനെ ചാക്കിലാണ് കൊടുക്കുന്നത്. ഈ ചാക്ക് ഞാൻ എവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളതല്ല, ഞാൻ ഹോൾസെയിലായിട്ട് എടുക്കുന്ന കടയിൽ നിന്ന് എനിക്ക് തരുന്നതുകൊണ്ട് അതിലാണ് കൊടുക്കാറുള്ളത്. ഇതിലൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്കിംഗ് കവറിൻ്റെ കാര്യം അവിടെ സ്റ്റോപ്പായി. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് കൊറിയർ ചാർജ് ചേച്ചി എങ്ങനെയാണ് കൊണ്ടയക്കുന്നത്, എങ്ങനെയാണെന്നൊന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് DTDC, പോസ്റ്റ്, പിന്നെ പ്രൊഫഷണൽ കൊറിയർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ കൂടുതലും പോസ്റ്റാണ് അയക്കുന്നത്. DTDC എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾസെയിൽ 10 പീസ് അയക്കുമ്പോൾ തന്നെ 350 രൂപ അടുപ്പിച്ച് വരും. പക്ഷേ നോർമൽ പോസ്റ്റ് 150 രൂപയേ ഉള്ളൂ. അങ്ങനെയുണ്ട് കാര്യങ്ങൾ. പിന്നെയെന്ന് വെച്ചാൽ ഒരു പീസിന് 42 രൂപയെ വരത്തുള്ളൂ. നമ്മളെ DTDCയിൽ ഒരു പീസിന് 60 രൂപ വരും. ആ 60 രൂപയ്ക്ക് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ 2 പീസ് അയക്കാം. പക്ഷേ എന്തിനാണ് പോസ്റ്റ് ഓഫീസ് 3 ദിവസം എത്തുമെങ്കിൽ DTDC 2 ദിവസത്തിനുള്ളിൽ എത്തും. അത്രേ ഉള്ളൂ. ഫാസ്റ്റ് ആണെന്നേ ഉള്ളൂ. പക്ഷേ എമൗണ്ട് കൂടുതലാണ്. ഞാൻ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ DTDC വേണമെന്നുള്ളവർക്ക് DTDC അയക്കും. പിന്നെ ചോദിച്ച ചോദ്യം, ചേച്ചി ഹോൾസെയിലിന് കൊടുക്കുന്നുണ്ടോയെന്ന്. ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നുണ്ട് ഹോൾസെയിലിന് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. 20 രൂപ കുറച്ചാണ് ഞാൻ ഹോൾസെയിൽ കൊടുക്കുന്നത്. 220 ഞാൻ മെറ്റീരിയലിൻ്റെ റേറ്റ് കൊടുക്കുന്നത്. റീറ്റെയിൽ റേറ്റ് 220 ആണെങ്കിൽ ഹോൾസെയിൽ റേറ്റ് 200 രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് 10 പീസ് തൊട്ട്. എല്ലായിടത്തും 10 രൂപ മാത്രമേ കുറയ്ക്കുള്ളൂ. ഞാൻ 20 രൂപ കുറച്ചാണ് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കുന്നവർക്കും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കുറേ പേര് ചോദിച്ചാൽ ചേച്ചി ഞാൻ തുടങ്ങിയ സക്സസ് ആവോ, വരുമാനം കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മനസ്സിലൊരു ഇത് വേണം, ഇത് ചെയ്താൽ എനിക്ക് കിട്ടും എന്നുള്ളൊരു നമ്മളെ മനസ്സിൽ തോന്നണം. എന്നിട്ട് തുടങ്ങിയിട്ട കാര്യമില്ല. അല്ലാതെ വേറൊരാൾ വന്ന് പ്രസ് ചെയ്ത് നീ ചെയ് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ചെയ്താൽ ഒരിടത്തും എത്തത്തില്ല. നമ്മൾ ചിന്തിക്കണം, അയ്യോ ഞാനതെടുത്ത് എങ്ങനെയും വിജയിക്കണം, എനിക്ക് ഇനിയും തുണികൾ മേടിച്ച് സെയിൽ ചെയ്യണം എന്നുള്ളൊരു തോട്ട് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എന്തായാലും വിജയത്തിലെത്തും. പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ പാടായിരിക്കും. കൊറിയറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എഴുതാനും പാക്ക് ചെയ്യാനും പേയ്മെൻറ്റ് നോക്കാനും ഒക്കെ പാടുള്ള കാര്യമാണ്. ഞാനിതിൽ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞില്ല ഇത്രയും പാടാണെന്ന്. ആ ഒരു ദിവസം തന്നെ എനിക്ക് 10-15 ഓർഡർ വന്നപ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ആരാണ് ചെയ്തത്, എന്തിനാണ്, ഏതാണ് എന്നൊന്നും ഒരു ഓർമ്മയില്ല. കാരണം നമ്മൾ അന്ന് എടുക്കുന്നത് 10-15 പീസാണ് ആദ്യത്തെ തവണ. അപ്പോൾ അത്രയും കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അതുപോലെ നിങ്ങൾക്കും വരട്ടെ, അതെനിക്ക് പറയാനുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് അജറക്കിൻ്റെ മെറ്റീരിയലാണോ അതോ വേറെ കുറഞ്ഞ മെറ്റീരിയലൊക്കെ എടുത്ത വർക്കാവോ, ചേച്ചിയുടെ വേറെ അതിൽ കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടോയെന്ന്. എൻ്റെ കസ്റ്റമറിന് കൂടുതലും അജറക്കാണ് വേണ്ടത്. നമ്മൾ വർദ്ധമാൻ്റെ എടുത്താൽ പോലും അവർ പറഞ്ഞത് അജറക്കിൻ്റെ മതി, വർദ്ധമാനാണെങ്കിൽ അടിയിൽ സെയിം കളറാണെങ്കിൽ മതി എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടുതലും. അതുകൊണ്ട് തന്നെ ഞാൻ അജറക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വർദ്ധമാനി കയറി പിടിക്കുന്നത്. അപ്പം അത് വിട്ടൊരു കളിയില്ല. എൻ്റെ കസ്റ്റമറിന് അജറക്ക് മാത്രം മതി. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ കളറുകൾ, വെറൈറ്റി കളറുകൾ കൊണ്ടുവരാൻ പറയും. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എല്ലായിടത്തും. ഞാൻ ഹോൾസെയിൽ എടുക്കുന്ന കടയായിട്ട് എവിടെയായാലും ഞാൻ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ നൈറ്റി വിറ്റിൽ അജറക്ക് ഈ 3 കളർ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വേറെ ഉണ്ട് കുണ്ടെന്നും പറഞ്ഞുണ്ട്. പിന്നെ വേറെ സാധാ കോട്ടൺ ഉണ്ട്. ഇതിലൊക്കെ പല കളർ വരും. വർദ്ധമാൻ പല കളർ വരും. പക്ഷെ അതെടുത്താൽ എൻ്റെ കസ്റ്റമറിന് അത് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കൂടുതലും. അതൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറച്ചും കിട്ടും. പക്ഷേ നമ്മളെ കസ്റ്റമറിന് എന്താണ് ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചല്ലേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ്, ഫോൺ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. വെക്കുന്നത് നമ്മൾ ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെയാണ് വെക്കുന്നത്. സ്റ്റാൻഡ് ഉള്ളവർക്ക് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ജനലൊക്കെ ഉള്ളവർ ജനലിൻ്റെ അടുത്തൊക്കെ വെട്ടമുള്ളവർക്ക് ജനലിൻ്റെ അവിടെ ഇതുപോലെ വെക്കാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. ഇവിടെ കാരണം ഈ ഒരു ലൈറ്റും ഈ രണ്ട് വെട്ടം എനിക്ക് ഇവിടെയാണ് കൂടുതലായിട്ട് കിട്ടണത്. അപ്പം ഞാൻ ഇവിടെയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വലിയ ലോങ് വീഡിയോയ്ക്ക് ഞാൻ വെക്കുന്നത്. എൻ്റെ സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡാണ്, ഇതിൽ തന്നെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഷോർട്സ് വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഫോൺ വെർട്ടിക്കൽ ടൈപ്പിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഭവം കൊടുത്തിട്ടുണ്ട്, അതിലാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ്, ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡിൻ്റെ കാര്യവും ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 1000-2000 ഒക്കെ മുടക്കി വലിയൊരു സ്റ്റാൻഡ് മേടിക്കണം എന്നല്ല. നിങ്ങൾക്ക് വെട്ടം, നിങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ജനലിൻ്റെ സൈഡോ എവിടെയെങ്കിലും നമുക്ക് കറക്റ്റ് പൊസിഷനിൽ നിന്ന് ചെയ്യാൻ പറ്റിയ രീതിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മതി. അതിൽ നിന്ന് കുറച്ച് കയറി വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിച്ചാലും മതി. പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിൽ ഏറ്റവും കൂടുതലും നമ്മളൊരു സ്റ്റാൻഡ് മേടിക്കുന്ന അത്രയും നല്ലതായിരിക്കും. മീഷോയിൽ തന്നെ കാണും 400-500 റേറ്റ് കുറഞ്ഞിട്ടുള്ളത് മേടിച്ചാൽ മതി. പിന്നെ നമുക്ക് ക്ലിക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് വലുതോട്ട് മെറ്റീരിയലിൻ്റെ കറക്റ്റ് കളറിൽ തന്നെ ഫോട്ടോസ് എടുക്കുന്ന ട്രിക്ക്. നമ്മൾ എത്രയൊക്കെ മെറ്റീരിയൽ ഏതൊക്കെ കളർ വന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റിൽ തന്നെ വെച്ചെടുക്കാൻ നോക്കണം. അതും നോർമൽ ക്യാമറയിൽ തന്നെ. എങ്കിലേ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ കറക്റ്റായിട്ട് നമ്മൾ കസ്റ്റമറിന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വൈറ്റിൻ്റെ മണ്ടലാണ് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ കറക്റ്റ് കളർ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഗ്രീൻ കളറോ മഞ്ഞ കളറോ അങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മെറ്റീരിയലിൻ്റെ ഭംഗി പോകും. ഇപ്പം മെറ്റീരിയൽ അല്ലാതെ വേറെ എന്തെങ്കിലും സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പച്ചപ്പ് പോലെ സംഭവത്തിലും അവിടെയൊക്കെ വെച്ചെടുക്കാം. പക്ഷേ മെറ്റീരിയൽ വെക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ നോർമൽ ക്യാമറയാണ്. ഫ്ലാഷോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇടണ്ട. ഇതുപോലെ ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് എടുക്കാൻ നോക്കണം. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, ചേച്ചിയുടെ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ കൊടുത്താൽ ആരെങ്കിലും മേടിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. നമുക്ക് ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യും, പക്ഷേ എങ്കിലും എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അത്ര കംഫർട്ടില്ല. മറ്റുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ഇതായിട്ട് വരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട്. ഞാൻ എൻ്റെതും എൻ്റെ വീട്ടിലുള്ളവർക്കും മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യം, സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മെറ്റീരിയൽ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങളെ തയ്യൽക്കൂലി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അതും ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നും ശ്രദ്ധിച്ചൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം മാസത്തിലല്ല ആഴ്ചയിലും ഡെയിലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ 10 പീസ് തുടങ്ങി, പിന്നെ നിങ്ങൾക്ക് 15 ആവും, പിന്നെ 20 പീസ്, പിന്നെ 30 പീസ്, 40, പിന്നെ നിങ്ങളെ പിടിച്ചാൽ കൈ കിട്ടാത്ത രീതിക്ക് നിങ്ങൾ സെയിൽ കൊണ്ടുപോകും. എന്തേലും വലിയൊരു സെയിലറായിട്ട് മാറും നിങ്ങൾ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തട്ടെ. അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ ഇവിടം വരെ എത്തിയെങ്കിൽ ഞാൻ തുടങ്ങിയത് 10 പീസിൽ നിന്നാണ്. 2500 രൂപയ്ക്ക് 10 പീസിൽ നിന്ന് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എടുത്തത് 150 പീസുകളാണ്. ഇപ്പോൾ ഞാൻ അത്ര എടുക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കൂടിപ്പോയാൽ 90-80 അങ്ങനെ പീസ് എടുക്കാറുള്ളൂ. കാരണം എപ്പോഴാണ് നമുക്ക് മോഡലുകൾ മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സെയിം തന്നെ എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലവരൊക്കെ എടുക്കും. നമുക്ക് ഈ തയ്യൽ സ്റ്റിച്ചിങ് സെൻ്ററൊക്കെ ഉള്ളവർ 15-20 പീസ് വെച്ചൊക്കെ അങ്ങ് എടുക്കും. എന്നെ വിശ്വാസമുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പീസുകൾ പോകും. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ 10 പീസൊക്കെ വെച്ചങ്ങ് എടുക്കും. പിന്നെ വേറെ തയ്ക്കുന്ന ചേച്ചി എന്നും എൻ്റെ നിന്ന് എടുക്കാറുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. അവർ വേറൊരു ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ അതുപോലെ വാങ്ങും. അപ്പോൾ അങ്ങനെ കുറേ പേര് നമുക്ക് നല്ല നല്ല കസ്റ്റമറെ കിട്ടും. അതുപോലെ നിങ്ങൾക്കും കിട്ടും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ബിസിനസ്സിൻ്റെ പിടുത്തമൊക്കെ ഏകദേശം അല്ല, എല്ലാം നിങ്ങൾക്ക് പിടികിട്ടി കാണും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം. കാരണം ഞാൻ അത്രയും തൊണ്ട തുറന്ന് പറയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. കാരണം നിങ്ങളും അതുപോലെ ഒരു ബിസിനസ്മാൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പറ്റുവാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഇതൊക്കെ മനസ്സിലാവട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. പിന്നെ എന്തെങ്കിലും ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.